അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇന്ത്യയുടെ 28 സംസ്ഥാനങ്ങൾ നമ്മൾ സൂത്രവഴിയിലൂടെ കൂട്ടുകാരെ പഠിപ്പിക്കുകയാണ്. ഈ സൂത്രവഴി എന്ന് വെച്ചാൽ യാത്രാവിവരമാണ്. ഈ യാത്രാവിവരം പഠിച്ചാൽ നമ്മുടെ ഇന്ത്യയുടെ 28 സംസ്ഥാനങ്ങൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഓർമ്മയിൽ നിൽക്കും. ഇതുപോലെ ട്രിക്കുകൾക്കും ടിപ്സുകൾക്കും ഇതുപോലെ എഡ്യൂക്കേഷൻ സംബന്ധമായ വീഡിയോകൾക്കുമായി ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടതായുള്ള ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായി ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ വീഡിയോ അധികം ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു കൂട്ടുകാരനോ ഒരു സുഹൃത്തിനോ ഞങ്ങൾ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ട്രിക്കിലേക്ക് പോകാം. നമ്മൾ ഈ ഒരു ചെറിയ ട്രിക്കാണ് പറയുന്നത്. ഒരു യാത്രാ വിവരണത്തിൻ്റെ രൂപത്തിലാണ് നമ്മൾ ഇന്ത്യയുടെ 28 സംസ്ഥാനങ്ങളും നമ്മളിനി ഓർക്കാൻ പോകുന്നത്. നമ്മുടെ വിവിധ മത്സര പരീക്ഷകൾക്ക് PSCക്ക് ഒരുങ്ങുന്നവർക്കും അതുപോലെ തന്നെ LDC, KIS തുടങ്ങിയ പരീക്ഷകൾക്കും വിദ്യാർത്ഥികൾക്ക് അവർക്ക് 10ാം ക്ലാസ്സിലും പിന്നെ സോഷ്യൽ സംബന്ധമായ മത്സര പരീക്ഷകൾക്കും ക്വിസുകൾക്കും ഈ വീഡിയോ ഉപകാരപ്രദമായിരിക്കും. കാരണം ഇന്ത്യയുടെ 28 സംസ്ഥാനം ഈ ചെറിയൊരു യാത്രാവിവരണത്തിനെ കുറിച്ച് പഠിച്ചാൽ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഓർത്തെടുക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ ട്രിക്കിലേക്ക് പോകാം. നമ്മുടെ ട്രിക്കിൻ്റെ ആദ്യത്തെ ഒരു പാരഗ്രാഫ് എന്ന് പറയുന്നതാണ്: കേരളത്തിൽ നിന്ന് അരുണും ഹരിയും രാജയും ആസാമിലേക്ക് വിനോദയാത്ര പോവുകയാണ്. ഓടി കാറിലാണ് പോകുന്നത്. ബീഹാറിൽ നിന്ന് ഇവരുടെ ഭാര്യമാരായ മേഘയും നാഗയും ഹിമയും കാറിൽ കയറി. അപ്പോൾ നമുക്ക് ഒന്നുകൂടി ഇത് ആവർത്തിക്കാം. 3 കൂട്ടുകാരോട് ടൂർ പോവുകയാണ്. എവിടേക്ക് പോകണേ? ആസാമിലേക്കാണ് വിനോദയാത്ര പോകുന്നത്. ഔഡി കാറിലാണ് യാത്ര പോകുന്നത്. പിന്നെ ഇവർ ഭാര്യമാരെ പറഞ്ഞ് കയറി ബീഹാറിൽ നിന്ന്. ഇത് മനസ്സിലാക്കുക. ഈ ഒരു 3 സെൻറ്റൻസാണ് നമ്മൾ ആദ്യത്തെ പാരഗ്രാഫിലുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഏതൊക്കെ സംസ്ഥാനം കിട്ടും നമുക്ക് നോക്കാം. കേരളത്തിൽ നിന്ന് കേരളം, അപ്പോൾ അവിടെ നിന്ന് കിട്ടും. അരുണും ഹരിയും രാജയും. അരുൺ അരുണാചൽ പ്രദേശ്, ഹരി ഹരിയാന, രാജ രാജസ്ഥാൻ. അപ്പോൾ 4 സംസ്ഥാനങ്ങൾ കഴിഞ്ഞു. ആസാമിലേക്ക് ആസാം, 5 സംസ്ഥാനം കഴിഞ്ഞു. വിനോദയാത്ര പോവുകയാണ്. അതൊരു സെൻറ്റൻസായി. ഇനി ഓടി കാറിലാണ് പോകുന്നത്. ഓടി ഒഡീഷ, ഒഡീഷ ഓടി ഒഡീഷ. കാറിലാണ് പോകുന്നത്. കാർ കർണാടക. ഓടി കാർ ഒഡീഷ കർണാടക. അപ്പോൾ ആ 2 സംസ്ഥാനങ്ങൾ അതിൽ വന്നു. പിന്നെ ഇവരെ ഭാര്യമാരെ അവിടെ നിന്ന് ബീഹാർ. ബീഹാറിൽ നിന്നാണ് ഇവരെ ഭാര്യമാർ കയറി. ബീഹാർ എന്ന സംസ്ഥാനം വന്നു. ഇനി അടുത്തതാണ് മേഘയും നാഗയും ഹിമയും. മേഘ മേഘാലയ, നാഗ നാഗാലാൻഡ്, ഹിമ ഹിമാചൽ പ്രദേശ്. അപ്പോൾ ഈ 3 സംസ്ഥാനം അതിലും. അപ്പോൾ നമുക്കിവിടെ മൊത്തം എത്ര സംസ്ഥാനങ്ങൾ ആദ്യം നോക്കാം. കേരളത്തിൽ നിന്ന് കേരളം, അരുണും അരുണാചൽ പ്രദേശ്, ഹരിയും ഹരിയാന, രാജ രാജസ്ഥാൻ, ആസാം ആസാമിലേക്ക് ആസാം, ഔഡി ഒഡീഷ, കാർ കർണാടക, ബീഹാറിൽ നിന്ന് ബീഹാർ, മേഘ മേഘാലയ, നാഗ നാഗാലാൻഡ്, ഹിമ ഹിമാചൽ പ്രദേശ്. ഈ സംസ്ഥാനത്തിൽ വന്നു. അപ്പോൾ നമുക്ക് ഈ സെൻറ്റൻസ് ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. കേരളത്തിൽ നിന്ന് അരുണും ഹരിയും രാജയും ആസാമിലേക്ക് വിനോദയാത്ര പോവുകയാണ്. ഓടി കാറിലാണ് പോകുന്നത്. ബീഹാറിൽ നിന്ന് ഇവരുടെ ഭാര്യമാരായ മേഘയും നാഗയും ഹിമയും കാറിൽ കയറി. അപ്പോൾ ഈ ഒരു പാരഗ്രാഫ് നമുക്കൊരു പകുതി സംസ്ഥാനങ്ങൾ പേര് പഠിച്ചു കഴിഞ്ഞു. നമ്മൾ ഈ യാത്രാ വിവരണത്തിൻ്റെ അടുത്ത പാരഗ്രാഫിലേക്ക് പോവുകയാണ്. അടുത്ത പാരഗ്രാഫിൽ ഈ യാത്രാ ജനലിൽ ഇവർ ഗോഗു എന്ന മഹാമനുഷ്യനെ യാത്രയിൽ ഇവർ കണ്ടുമുട്ടി. തദ്രിനാഥ് അമ്പലം പടിഞ്ഞാറോട്ട് പോയാലാണെന്ന് ബുദ്ധിയില്ലാത്ത അവർക്ക് പറഞ്ഞു കൊടുത്തു. 2 പ്രദേശവാസികൾ വന്ന് ഇവരോട് പഞ്ചാബ് മിസ് ചെയ്യരുതെന്നും തങ്ങളുടെ സിൽക്കും ചട്ടികളും ജാറുകളും വാങ്ങാൻ കേണപേക്ഷിച്ചു. ഇത് ലേശം ശ്രദ്ധിച്ച് പഠിക്കേണ്ട പാരഗ്രാഫാണ്. ഗോഗു എന്ന മഹാമനുഷ്യനെ യാത്രയിൽ ഇവർ കണ്ടുമുട്ടി. ഗോഗു ഗോവ, ഗുജറാത്ത്. അവ 2 സംസ്ഥാനങ്ങൾ വന്നു. എന്നാൽ മഹാമനുഷ്യനെ മഹാരാഷ്ട്ര, മഹാരാഷ്ട്ര. മനുഷ്യൻ ഇംഗ്ലീഷ് എന്താ പറയുക? മാൻ എഴുതിയിട്ട് മണിപ്പൂറിൽ തുടക്കം എങ്ങനെ? MANIPUR, മണിപ്പൂർ. അപ്പോൾ മണിപ്പൂർ എന്ന സംസ്ഥാനം അവിടെ വന്നു. ഇവർ കണ്ടുമുട്ടി. യാത്രയിൽ ഇവർ കണ്ടുമുട്ടി, സ്വാഭാവികം. പിന്നെ തദ്രിനാഥ് അമ്പലം പടിഞ്ഞാറോട്ട് പോയാലാണെന്ന് ബുദ്ധിയില്ലാത്ത അവർക്ക് പറഞ്ഞു കൊടുത്തു. തദ്രിനാഥ് തമിഴ്നാട്, ത്രിപുര. തദ്രിനാഥ് ശരിക്കും ബദ്രിനാഥ് അമ്പലമാണ്. നമ്മളിവിടെ പഠിക്കുക എളുപ്പത്തിന് അതിനെ തദ്രിനാഥ് അമ്പലം എന്നാക്കി. തദ്രിനാഥ് തമിഴ്നാട്, ത്രിപുര. തദ്രിനാഥ് അമ്പലം പടിഞ്ഞാറോട്ട് പോയാലാണെന്ന് ബുദ്ധിയില്ലാത്ത അവർക്ക് പറഞ്ഞു കൊടുത്തു. പടിഞ്ഞാറ് വെസ്റ്റ് ബംഗാൾ. അപ്പോൾ വെസ്റ്റ് ബംഗാൾ, പശ്ചിമ ബംഗാൾ ആ സംസ്ഥാനം അവിടെ വന്നു. ബുദ്ധിയില്ലാത്ത അവർക്ക് പറഞ്ഞു കൊടുത്തു. ബുദ്ധിയില്ലാത്ത നമുക്ക് എന്താ പറയുക? MAD, MADHYA, മധ്യപ്രദേശ്. ബുദ്ധിയില്ലാത്ത എഴുതിയിട്ട് നമുക്ക് മധ്യപ്രദേശ്. അവർക്ക് പറഞ്ഞു കൊടുക്കാൻ ഇംഗ്ലീഷ് എന്താ പറയുക? TEL തെലുങ്കാന പറഞ്ഞു കൊടുത്തു. 2 പ്രദേശവാസികൾ വന്ന്. അപ്പോൾ ആ സെൻറ്റൻസ് കഴിഞ്ഞിട്ട് തദ്രിനാഥ് അമ്പലം പടിഞ്ഞാറോട്ട് പോയാലാണെന്ന് ബുദ്ധിയില്ലാത്ത അവർക്ക് പറഞ്ഞു കൊടുത്തു. 2 പ്രദേശവാസികൾ ഒന്ന് ഇവരോട്. ഇപ്പോൾ നമ്മൾ പോയി എവിടേക്കെങ്കിലും ടൂർ പോയി നമ്മൾ അവിടെയുള്ള ആൾക്കാർ എന്തെങ്കിലും വിൽക്കാനൊക്കെ വെച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ അവരെ
കലാപരമായിട്ടും സാംസ്കാരികപരമായിട്ടും വലിയ സാധനം. ഇപ്പോൾ ഇവരോട് പറഞ്ഞത് 2 പ്രദേശവാസികൾ വന്ന് ഇവരോട് പഞ്ചാബ് മിസ് ചെയ്തിരുന്നു, തങ്ങളുടെ സിൽക്കും ചട്ടികളും ജാറുകളും വാങ്ങാൻ കേരളം അപേക്ഷിച്ചു. 2 പ്രദേശവാസികൾ നമ്മൾ ആലോചിക്കുക അതൊക്കെയാണ് പ്രദേശവാസികൾ. പ്രദേശ്, ആന്ധ്രാപ്രദേശ്, ഉത്തർപ്രദേശ്. ആ ഉത്തർപ്രദേശിന് ഉത്തരില്ലേ, അതിന് നമുക്ക് ഇത് കിട്ടും ഉത്തരാഖണ്ഡ്. 3 സംസ്ഥാനങ്ങൾ ഈ 2 പ്രദേശവാസികൾ നമുക്ക് കിട്ടി. 2 പ്രദേശവാസികൾ എത്ര സംസ്ഥാനം? 3 സംസ്ഥാനം. 2 പ്രദേശവാസികൾ, ആദ്യത്തേത് 2 പ്രദേശവാസികൾ ആന്ധ്രാപ്രദേശ്, പിന്നെ രണ്ടാമത്തേത് ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിൽ ഉത്തരം നമുക്ക് ഉത്തരാഖണ്ഡ് കിട്ടി. അപ്പം 3 സംസ്ഥാനങ്ങൾ 2 പ്രദേശവാസികൾ കിട്ടി. ഇവരോട് എന്താ വന്ന് പറഞ്ഞത്? ഇവർ യാത്ര പോകല്ലേ ആസാമിലേക്ക് പോണ വഴിക്ക് പഞ്ചാബ് മിസ് ചെയ്യരുതെന്നും. പഞ്ചാബ് തന്നെ നമുക്ക് പഞ്ചാബ് സംസ്ഥാനം കിട്ടി. ഇനി മിസ് ചെയ്യരുതെന്ന്, മിസ് ചെയ്യുന്ന വെച്ചാൽ എന്താ? മിസോറാം എന്നൊരു സംസ്ഥാനം നമുക്ക് കിട്ടി. മിസ് ചെയ്യരുതെന്നാണ് കിട്ടി. തങ്ങളുടെ സിൽക്കും ചട്ടികളും ജാറുകളും വാങ്ങാൻ കേരളം അപേക്ഷിച്ചു. സിക്കിം, അതാണ് സിൽക്ക്. എല്ല് മാറ്റി സിക്കുന്നായി, സിക്കിം എന്നല്ല സിക്കിം. എല്ല് മാറ്റി, സിൽക്കിലെ എല്ല് മാറ്റി നമുക്ക് സിക്കിം എന്ന സംസ്ഥാനം കിട്ടി. ചട്ടികളും, ചട്ടിന്ന് ഇംഗ്ലീഷ് എഴുതുക CHATTI, ഛത്തീസ്ഗഡ് എന്ന സംസ്ഥാനം കിട്ടി. ജാറുകളും, ജാറിന് ഇംഗ്ലീഷിൽ എഴുതുക. അപ്പോൾ ഏത് കിട്ടും നമുക്ക്? ജാർഖണ്ഡ്. വാങ്ങാൻ കേരളം അപേക്ഷിച്ചു. അപ്പോൾ ഒരു ഇതല്ല, മിക്ക സംസ്ഥാനങ്ങളും 28 സംസ്ഥാനങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് ഒന്നുകൂടി നോക്കാം. ഗോവ, ഗുജറാത്ത്. മഹാരാഷ്ട്ര. മനുഷ്യനെ, അതിന് ഇംഗ്ലീഷ് പറയുന്ന മാൻ, മണിപ്പൂർ. യാത്രയിൽ കണ്ടുമുട്ടി. തദ്രിനാഥ്, തമിഴ്നാട്. ത്രിപുര. അമ്പലം, പടിഞ്ഞാറോട്ട് വെസ്റ്റ് ബംഗാൾ. അപ്പോൾ അത് കഴിഞ്ഞു. ബുദ്ധിയില്ലാത്തതിന് എന്താ പറയുക? ഇംഗ്ലീഷ് പറയാം MAD, മധ്യപ്രദേശ്. അതപ്പോൾ അവിടെ പറഞ്ഞു കൊടുക്കുക എന്താ? TEL, തെലുങ്കാന. അതവിടെ കിട്ടി. 2 പ്രദേശവാസികൾ വന്ന് ഇവരോട്, 2 പ്രദേശവാസികൾ, അപ്പം അതിൽ 3 സംസ്ഥാനം ഒന്നും മറക്കരുത്. 2 പ്രദേശവാസികളിൽ 3 സംസ്ഥാനം. 2 പ്രദേശവാസികൾ ഏതാ? ആന്ധ്രാപ്രദേശും ഉത്തർപ്രദേശും. ആ ഉത്തർന്ന് എഴുതിയിട്ട് നമുക്ക് ഉത്തരാഖണ്ഡ് കിട്ടി. 2 പ്രദേശവാസികൾ വന്ന് ഇവരോട് പറഞ്ഞു പഞ്ചാബ് മിസ് ചെയ്യരുതെന്ന്. ഏതാ മിസ് ചെയ്യരുത് പറഞ്ഞാൽ? പഞ്ചാബ്. അപ്പോൾ പഞ്ചാബ് സംസ്ഥാനം കിട്ടി. ഇനി മിസ് ചെയ്യരുതെന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് കിട്ടി? മിസോറാം കിട്ടി. തങ്ങളുടെ സിൽക്കും ചട്ടികളും ജാറുകളും വാങ്ങാൻ കേരളം അപേക്ഷിച്ചു. ഇവരോട് എന്താ പറഞ്ഞ? സിക്കിം അത് കിട്ടി. ചട്ടികൾ ഛത്തീസ്ഗഡ് കിട്ടി. ജാർഖണ്ഡ് കിട്ടി. ഇപ്പോൾ 28 സംസ്ഥാനം, ഇന്ത്യയുടെ സംസ്ഥാനം 28 സംസ്ഥാനം നമ്മൾ ഈ ട്രിക്കുകളിലാണ് പഠിച്ചത്. ഇപ്പോൾ യാത്ര പോകുന്നത് ആരൊക്കെ നമുക്ക് ഒന്നുകൂടി നോക്കാം. ആദ്യം തൊട്ടിട്ട് കേരളത്തിൽ നിന്ന് അരുണും ഹരിയും രാജയും ആസാമിലേക്ക് വിനോദയാത്ര പോവുകയാണ്. ഏത് കാറിലാണ് പോണവർ? ഓടി കാറിലാണ് പോണത്. ബീഹാർ, ഇവിടെ ഭാര്യമാരെ എവിടുന്ന് കയറി? ബീഹാർ എന്ന സംസ്ഥാനത്ത് കയറി. അപ്പോൾ ഭാര്യമാരെ മൂന്ന് പേരിൽ 3 സംസ്ഥാനം, ബീഹാറിൽ നിന്ന് ഇവർ കയറി. അപ്പോൾ കേരളത്തിൽ നിന്ന് അരുൺ, ഹരി, രാജയും ആസാമിലേക്ക് വിനോദയാത്ര പോവുകയാണ്. ഓടി കാറിലാണ് പോകുന്നത്. ബീഹാറിൽ നിന്ന് ഇവരുടെ ഭാര്യമാരായ മേഘയും നാഗിയും ഹീമയും കാറിൽ കയറി. അപ്പോൾ കേരളത്തിൽ നിന്ന് കേരളം കിട്ടി. അരുണിൽ നിന്ന് അരുണാചൽ പ്രദേശ്. ഹരിന്ന് ഏത് കിട്ടി? നമുക്ക് ഹരിയാന കിട്ടി. രാജയിൽ നിന്ന് ഏത് കിട്ടി? രാജസ്ഥാൻ കിട്ടി. ആസാമിൽ നിന്ന് ആസാം കിട്ടി. പിന്നെ ഓടി കാറിലാണ്. ഓടിയത് ഒഡീഷ കിട്ടി. കാർ ഏതാ? കർണാടക. ബീഹാറിന്ന് കിട്ടി. ഭാര്യമാരേതാ? മേഘാലയ കിട്ടി. നാഗാലാൻഡ് കിട്ടി. ഹിമാചൽ പ്രദേശ് അത് കിട്ടി. കാറിൽ കയറി. ഇനി ഇവര് ആരും വഴിയിൽ വെച്ച് കണ്ടുമുട്ടി ടൂർ പോകുന്നിടയിൽ യാത്ര വെച്ച് ഗോഗു എന്ന മഹാമനുഷ്യന്, ഗോവ, ഗുജറാത്ത്. ഗോഗു എന്ന മഹാമനുഷ്യനെ മറക്കരുത്, ഗോകുവിനെ മറക്കരുത് കേട്ടോ. അവർ കണ്ടുമുട്ടി. മഹാമനുഷ്യൻ, മഹാരാഷ്ട്ര കിട്ടി. മനുഷ്യൻ, മാൻ. മണിപ്പൂർ, മാൻ ഇംഗ്ലീഷിൽ എഴുതണം നമ്മളപ്പോൾ. MAN എഴുതുമ്പോൾ ഇത് മണിപ്പൂർ കിട്ടി. ഇവരെ കണ്ടുമുട്ടി. തദ്രിനാഥ് അമ്പലം പടിഞ്ഞാറോട്ട് പോയാലാണെന്ന് ബുദ്ധിയില്ലാത്ത അവർക്ക് പറഞ്ഞു കൊടുത്തു. തദ്രിനാഥ് എവിടെയാന്ന് ഇവർക്ക് അറിയില്ല, ഇവർക്ക് ബുദ്ധിയില്ലാന്ന് വിചാരിക്കുക. തദ്രിനാഥ്, തമിഴ്നാട്. ത്രിപുര. 2 സംസ്ഥാനം വന്നു. പടിഞ്ഞാറോട്ട് വെസ്റ്റ് പടിഞ്ഞാറ് ഏതാ? വെസ്റ്റ് ബംഗാൾ വന്നു. ബുദ്ധിയില്ലാത്ത ഇംഗ്ലീഷ് എന്താ പറയുക? MAD മധ്യപ്രദേശ്. MADHYA മധ്യപ്രദേശ് അത് കിട്ടി. അവർക്ക് പറഞ്ഞു കൊടുക്കുക നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന വാക്കുന്നത് TEL ഇംഗ്ലീഷ് എഴുതി നമുക്ക് തെലങ്കാന കിട്ടി. 2 പ്രദേശവാസികൾ വന്ന് ഇവരോട് പഞ്ചാബ് മിസ് ചെയ്യരുതെന്നും. 2 പ്രദേശവാസികൾ ഏത് കിട്ടി? 3 സംസ്ഥാനം ഏതൊക്കെയാണ്? ആന്ധ്രാപ്രദേശ്, ഉത്തർപ്രദേശിന് ഉത്തരം ഏത് കിട്ടി? ഉത്തരാഖണ്ഡ് കിട്ടി. 3 സംസ്ഥാനമായി. ഇവരോട് പഞ്ചാബ് മിസ് ചെയ്യരുതെന്ന് പറഞ്ഞു. പഞ്ചാബ് സംസ്ഥാനം കിട്ടി. മിസ് ചെയ്യരുത്, മിസോറാം കിട്ടി. തങ്ങളുടെ സിൽക്കും ചട്ടികളും ജാറുകളും വാങ്ങാൻ കേരളം അപേക്ഷിച്ചു. തങ്ങളുടെ സിൽക്ക് ഏതാ? സിൽക്ക് നെല്ല് കളഞ്ഞ സിക്കിം. ചട്ടികൾ ചട്ടീന്ന് ഇംഗ്ലീഷ് ചെയ്ത ഛത്തീസ്ഗഡ്. ജാറുകൾ ഏതാ? ജാർ ഇംഗ്ലീഷ് ചെയ്ത് ഏതാ? ജാർഖണ്ഡ്. വാങ്ങാൻ കേരളം അപേക്ഷിച്ചു. അപ്പോൾ കൂട്ടുകാർക്ക് ഇങ്ങനെ പഠിച്ചാൽ നമ്മുടെ ഇന്ത്യയുടെ 28 സംസ്ഥാനം ഏത് സമയത്ത് നിങ്ങൾക്ക് ചോദിച്ചാലും മണിയായി പറയാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കൂടുതൽ ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ നിങ്ങളുടെ മറ്റൊരു സുഹൃത്തിന് ഷെയർ ചെയ്യാൻ മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്താൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഞങ്ങൾക്കൊരു കഴിയുമ്പോഴേക്കും ഒരു 10K സബ്സ്ക്രൈബേഴ്സ് ആണെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഈ ട്രിക്ക് നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് എന്ന് ആശംസിക്കുന്നു. സൈനിങ് ഔട്ട്, ബിഗ് ക്യൂ.